ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാൻ ഏകദേശം ഒരു 10-12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പാണുള്ളത് അത് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം പാലിലൊന്ന് കുതിർത്തി വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഡയറക്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിൽ നമ്മൾ കുതിർത്തി ചേർക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അരക്കാൻ മാത്രം ആവശ്യത്തിന് കുറച്ച് മാത്രം പാൽ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് അരച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് ചൗവരി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ചൗവരിക്ക് നമ്മൾ ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റും. അപ്പോൾ ഇത് വേവുന്ന സമയമാകുമ്പോഴത്തേക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ടില്ല, പക്ഷെ വെള്ളം ഒന്ന് ഇത്തിരി ഒന്ന് വറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് എന്താ പറയുക, ഒരു കണ്ണാടി ആവുന്നത് പോലെ ഒരു പരുവാവണം. അതുവരെ നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രിങ്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കുടിക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോഴാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പഞ്ചസാര വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മൾ ശരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെയുള്ള ജ്യൂസ് കുടിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ ഈ തിക്കായിട്ടുള്ള ഷേക്സിനേക്കാളും അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളമോ പാലോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറണം, ഫുള്ളായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾ അതിനും കൂടി ഉള്ളത് ഈന്തപ്പഴാക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം പഞ്ചസാര കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, കുറച്ച് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളം ഒഴിച്ചിട്ട്. പക്ഷേ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ സെർവ് ചെയ്യുന്നുള്ളൂ. കാരണം അപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തണുത്തിട്ട് നല്ല ടേസ്റ്റ് ആകും കുടിക്കാൻ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടോ. ഇത് കുറച്ച് നമ്മൾ ലൂസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരുപാട് കട്ടി വേണ്ട. നമ്മൾ സാധാരണ തരിക്കഞ്ഞിയൊക്കെ കുടിക്കില്ലേ, ചില സ്ഥലത്ത് തരിക്കഞ്ഞി കട്ടിയിലാണ് കേട്ടോ കുടിക്കുക. ഞങ്ങൾ കുറച്ച് ലൂസായിട്ടൊക്കെ കുടിക്കുക. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ചവ്വരി ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കുടിക്കാനായിട്ട്, ഇല്ലാതെ അടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു കിടുക്കനായിട്ടുള്ള ഇഫ്താർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.